ബംഗളൂരുവിലെ കൗസല്യ സ്കൂളിൽ തീപിടുത്തമുണ്ടായി. കെട്ടിടത്തിൽ നിന്നും അതിശക്തമായ പുക ഇപ്പോഴും പടരുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുമുണ്ട്. അപകട സമയം 2000-ഓളം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നെന്നാണ് വിവരം. ഗൗതം വിശദാംശങ്ങൾ നൽകും. ഗൗതം, 2000-ഓളം കുട്ടികൾ ഉള്ള സ്കൂളിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അങ്ങേയറ്റം ആശങ്കയുണ്ടാകുന്ന വാർത്തയാണത്. ഇപ്പോഴും തീ അണക്കാൻ സാധിച്ചിട്ടില്ല. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? സനീഷ്, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആർക്കും പരിക്കുണ്ടായിട്ടില്ല. സൂചിപ്പിച്ച പോലെ വലിയ ആശങ്കാകരമായ ഒരു സാഹചര്യം നിലനിന്നിരുന്നു. കാരണം 2000-ഓളം കുട്ടികളാണ് ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകൾ നിലയിലെ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടത്തേക്ക് എത്തുമെന്നാണ് പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പ്രാഥമിക വിവരം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചതാകാം ഈ തീപിടുത്തത്തിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. സിലിക്കൺ സിറ്റി മേഖലയിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂളിൽ നിന്നൊരു PTA മീറ്റിംഗ് വിളിച്ചിരുന്നതായും അതിൽ പങ്കെടുക്കാൻ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നതായുമുള്ള റിപ്പോർട്ടുണ്ട്. എന്തായാലും ഈ ക്ലാസ്സുകൾ, അതായത് ഒരു സാധാരണ ദിവസം പോലെ ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിലാണ് ഈ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. വലിയ തരത്തിൽ പുക ഉയർന്നതോടുകൂടിയാണ് ഈ തീ പിടിച്ച കാര്യം പുറത്തേക്ക് അറിയുന്നത്. തുടർന്ന് ഈ ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അനുസരിച്ച് കുട്ടികളൊക്കെ തന്നെ സുരക്ഷിതരായി തുടരുന്നുണ്ട്. അവരെ കൃത്യമായി സ്കൂളിൽ നിന്നും മാറ്റാനും ഈ അപകട സ്ഥലത്ത് നിന്നും മാറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂരിഭാഗം പേരെയും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി പുരോഗമിക്കുന്നതായിട്ടാണ് സിലിക്കൺ സിറ്റി മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുള്ളത്. കൗസല്യ സ്കൂള് നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയ തിരക്കേറിയ ഒരു സ്ഥലത്തിരിക്കുന്ന സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്താകെ തീ പടരുന്നത് തടയാനുള്ള നടപടികൾ കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. നിലവിൽ ലഭിക്കുന്ന ദേശീയ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തീ നിയന്ത്രണ വിധേയമായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സനീഷ്, ശരി, നന്ദി ഗൗതം. വിവരങ്ങൾക്ക് എന്തായാലും